മമ്മൂക്ക വന്ന് മലർവാടിയുടെ പൂജയ്ക്ക് ആരംഭിച്ചവരാണ് ഞങ്ങളത്. 15 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് കിട്ടിയത്. അതിന്റെ പിറ്റേ ദിവസം എനിക്ക് അദ്ദേഹം സ്ഥാനാർത്ഥി സ്ത്രീകൂട്ടം കണ്ട് മെസ്സേജ് അയച്ചു. അപ്പൊ എന്റെ സുഹൃത്ത് ചോദിച്ചു, മമ്മൂക്ക ഈ ആഴ്ച നിന്റെ സിനിമകളാണ്. സിനിമ കംപ്ലീറ്റ് ആയി, നമ്മൾ പ്രൊമോഷണൽ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന. ഹൗ ഡു യു ഫീൽ? സിനിമ തുടങ്ങുമ്പോ ആദ്യമേ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഷോർട്ട് ഫിലിം പോലെയാണ് പോയേ, അത് സിനിമ ആയതാ. പറഞ്ഞോ, ഒരു വലിയ സിനിമയായി മാറി. ഒരു വലിയ സിനിമയായി മാറി. വലിയ സിനിമയത്, ഇത് വലിയ സിനിമയാണ്, ഒത്തിരി കാശ് മുടക്കുള്ളത്. പറഞ്ഞു, ഒരുപാട് സന്തോഷം, ശരിക്കും സന്തോഷമാണ്. എന്ത് ചിരിക്കണേ, ആ സിനിമയുടെ സന്തോഷം കൊച്ചിന് കാണിയല്ലേ. അതുണ്ടോ? ധ്യാന്റെ കൂടെ ഇരുന്നിട്ട് അയച്ചേട്ടൻ പറയണ്ടേ, ഈ ധ്യാന്റെ റോള് ഞാൻ ഇങ്ങ് ഏറ്റെടുക്കുക, ചറ പറ ഇനി സിനിമയായിരിക്കും. അന്ന് തൊട്ട് സിനിമാക്കാരെ വിളിക്കുന്ന കുറച്ച് ഞാൻ ചൂസ് ചെയ്യാവാ, അതാണ് ബെറ്റർ. എന്നെ കൊണ്ട് ഇപ്പൊ അതേ നടക്കും. പണ്ട് ആട് 2 ഇറങ്ങുന്ന സമയത്ത് ഡ്രൈവർ പൊന്നപ്പൻ എന്തെങ്കിലും റോൾ ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ മിഥുൻ മാനുവൽ തോമസിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, പക്ഷെ ആട് 3 ഡ്രൈവർ പൊന്നപ്പൻ വിൽ പീക്ക്. ഞാൻ ഒരു സീൻ, പക്ഷെ നല്ല സീൻ, അതിനി കട്ടായി പോകുന്ന എനിക്കറിയില്ല. നല്ല സീൻ, ഞാൻ എൻജോയ് ചെയ്ത്. ജാഫർ ഇടുക്കി എന്ന് യൂട്യൂബിൽ അടിച്ചാൽ ഇപ്പൊ വരുന്ന എന്താണെന്നറിയോ? ആ പോത്തുകറി. ഞാൻ വായില് വെള്ളം മരത്തിട്ടെ, ഇത് ചെറുനാരങ്ങ വട്ടം കീറുക, ഇത് കുരു എടുത്ത് കളഞ്ഞിട്ട് ഒരു 3 വട്ടം ഇട്ട് ഇത് ഉപ്പിൽ മുക്കിയിട്ടില്ല. ടീം ആമോസ് അലക്സാണ്ടർ ആണ് ഇന്ന് ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ. സോ ദ ക്രിയേറ്റർ, ഡയറക്ടർ അജയ്, ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, ജാഫ്രിക്ക, നായിക താര, അജയ് ചേട്ടൻ, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. താങ്ക് യു. പാട്ട് കണ്ടു, നന്നായിട്ടുണ്ട്, നല്ല രസമുള്ള പാട്ട്. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര രസമായിട്ടുണ്ട്. റിയൽ ലൈഫിൽ ഭയങ്കര അൺറൊമാൻറ്റിക് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ള അജിത് ചേട്ടൻ വരെ രസമായിട്ടുണ്ട്, നന്നായിരിക്കണം. സമയപരിധി, ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എല്ലാം വന്നപ്പോൾ ഡയറക്ടറിന്റെ റൈറ്റ് ഇടപെടലുകളിൽ ഷൂട്ട് ചെയ്തെടുത്തൊരു സോങ്ങും മിനി ബോയ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടറിന്റെ മനോഹരമായ കോമ്പോസിഷൻ. പാട്ട് നന്നായിട്ടുണ്ട്, വിഷ്വൽസും നന്നായിട്ടുണ്ട്, നിങ്ങളെ രണ്ടുപേരെയും കാണാനും നന്നായിട്ടുണ്ട്. താങ്ക് യു. ടീച്ചർ കണ്ടിട്ട് എന്നതിത് ഒന്നുമേ പുരിയല്ലേ, ആകെ ഇക്കേനെ കാണാൻ ലുക്കായിണ്ടിക്ക, നല്ല ഭംഗിണ്ട്. എന്താ ലുക്ക്! ഇതല്ല, ആമോസ് അലക്സാണ്ടറില് ടീസറില് ഹാൻസം, യു ആർ ലുക്കിംഗ് സോ ഹാൻസം. മോള് ചോദിച്ചില്ലേ ലുക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ലുക്ക്, അത് ലുക്കാണല്ലോ, അത് ഓൾറെഡി ലുക്കാണല്ലോ. അതിനേക്കാളും ലുക്കായിട്ടുണ്ട് ആമോസ് അലക്സാണ്ടർ ആയിട്ട്. ടീസർ കണ്ടിട്ട് നമുക്ക് സാധാരണ ടീസറൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും എന്നൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. എനിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല. പറയണം ഇതെന്താണ് ഈ ആമോസ് അലക്സാണ്ടർ എന്ന്, അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ആമോസ് ഒരു എന്താ പറഞ്ഞ ത്രില്ലർ ഒരു ജോൺറിൽപ്പെട്ട സിനിമയാണ്. ജാഫർക്കയാണ് ഇതിൽ ലീഡ് റോൾ ചെയ്തിട്ടുള്ളത്. കൊരവിടാൻ വേണമെങ്കിൽ മറ്റേ അത് കൊരവേ ചൂളയായിട്ട് ഒരിക്കലും നോക്കൂല. ഒരാള് കുഞ്ഞിനും തന്നെ. പക്ഷെ അജിത് ചേട്ടൻ്റെ ക്യാരക്ടറാണ് എന്നെ സംബന്ധിച്ച്, ഞാൻ അച്ഛനോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ സിനിമയിൽ മറ്റൊരു രീതിയിൽ അജിത് ചേട്ടൻ്റെ ക്യാരക്ടറാണ് എനിക്ക് കൂടുതലും കണക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. പുള്ളിക്കാരനൊരു സോ കോൾഡ് വില്ലൻ അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ് ഇത്. പക്ഷെ എന്നോട് പേഴ്സണലായിട്ട് പറയും, പേടിക്കേണ്ട ആൾ പുള്ളി ചെയ്ത ക്യാരക്ടറിൻ്റെ സ്വഭാവമാണ് എന്നുള്ളത്. അജിത് ചേട്ടൻ്റെ ക്യാരക്ടർ, അജിത് ചേട്ടൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് അജിത് ചേട്ടനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയെ തെരഞ്ഞെടുത്തതിനാണോ നമ്മൾ ശരിക്ക് പ്രൊഡ്യൂസറും ഡയറക്ടറും പിന്നെ ഡയറക്ടറുടെ കൂടെ ഒരു പ്രശാന്ത് എന്ന് പറഞ്ഞ പേരുണ്ട്. ആ പയ്യൻ വരാത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അദ്ദേഹമല്ല, ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മുടെ അടുത്ത് ഒരു സജഷൻ വരുവാണ്, ഏത് ഇന്ന ആളെ ഫിക്സ് ചെയ്തിട്ട് സാധനം വരുന്നുണ്ട്.
എൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അത് നമ്മൾ കുറേ ആൾക്കാരെയൊക്കെ നോക്കി. അങ്ങനെ കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞതിന് ശേഷം വന്ന ഒരു സംഭവത്തിൽ ഞാൻ എടുത്തതേ ചോദിച്ചാൽ എന്നാണെന്നറിയോ? ഞാൻ അതിനകത്ത് ചോദിച്ചു, ഞാൻ പറയാം പറയാൻ വന്നത്, അദ്ദേഹം നമ്മൾ ഈ പടത്തിൽ വിളിച്ചാൽ വരുമോ എന്ന് ചോദിച്ചു. രാജേട്ടൻ നമ്മുടെ പടത്തിൽ വിളിച്ചാൽ വരുമോ എന്ന് ചോദിച്ച വ്യക്തിയാണ് ഇദ്ദേഹവും പ്രൊഡ്യൂസറും എല്ലാം. അപ്പം അസറപ്പിളാക്കിൽ പറഞ്ഞു, ബോസേ, എന്നെ ബോസേന്നാണ് വിളിക്കുന്നത്, ബോസേ സംസാരിച്ചിട്ടുണ്ട് ബോസേ, നമ്മൾ ഇപ്പം കർശനമായിട്ടൊന്നും കൊണ്ടുവരാൻ പറ്റുള്ളൂ, ഇദ്ദേഹത്തോട് സംസാരിക്കാം, ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനെന്നാ എനിക്ക് ഇദ്ദേഹം വന്നോന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. വേറൊരു കഥയുണ്ട്, ആ കഥ പിന്നെ പറയാം. അപ്പം ഇങ്ങേര് വന്നു, ഞാൻ ഹാപ്പിയായി. ഞാൻ ഇങ്ങേര് വന്നപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കര എൻ്റെ ഉള്ളിൽ ഒരു ഹാപ്പിനെസ് നടക്കുവാണ്. എനിക്ക് ഭയങ്കര ഒരു ഊർജം വന്നു. സത്യമായിട്ട് ഇങ്ങേര് വന്നപ്പം എനിക്കൊരു ഊർജം ഉണ്ടായി. ആ ഊർജം ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. അല്ല, അപ്പൊ അത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പിന്നെ അജു ചേട്ടനെ ആദ്യമായിട്ട് കാണുമ്പോ, മക്കളെ എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, പിന്നെയാണ് ഞാൻ വെള്ളിമൂങ്ങ കണ്ടത്, അപ്പൊ അതിനുശേഷം എനിക്ക് ഇഷ്ടമായി. അതെന്താ ഒരു ഇഷ്ടക്കേട് തോന്നാൻ കാരണം? മലയാള സിനിമയിലെ ആസ്ഥാന പൂക്കിയായ അജു ചേട്ടനോട് അങ്ങനെ തോന്നാനുള്ള കാരണം എന്തായിരുന്നു? മനസ്സിനെ പഠിപ്പിച്ചു വരുന്നുള്ളൂ അല്ലേ? അപ്പം ഞാൻ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞില്ല, അത് ഈ കഥയായിരുന്നു. അല്ല, അത് പല ചാനലിൽ പറഞ്ഞല്ലോ, അത് റിപ്പീറ്റേഷൻ വേണ്ട എന്ന് കരുതിയിട്ടാണ് ഈ കഥ തന്നെ, മോള് പറഞ്ഞ കഥ തന്നെ. അങ്ങനെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം എനിക്ക് ഇതിനകത്ത് പുള്ളി വരുമോ എന്ന് ഞാൻ ചോദിച്ചല്ലോ. ചോദിക്കാൻ കാരണം എന്നാ, ഈ ഇഷ്ടക്കേടിന്റെ കാര്യം അറിയാവുന്ന. അത് അങ്ങനെ വരുമോ, വലിയ പടമോ വലിയൊരു നടന്മാരുള്ള പടമല്ലല്ലോ, ഒരു ഹീറോയിസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, നമ്മളിപ്പോൾ ഇതിലൂടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ, കുഞ്ഞു പടത്തിലും വലിയ പടത്തിലും അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പം അദ്ദേഹം വരുമോ എന്നുള്ള ചോദ്യത്തിന് അർത്ഥം എന്നാ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരണം. ഞാൻ വിട്ടല്ലോ, വെള്ളിമൂങ്ങ കഴിഞ്ഞപ്പം വിട്ടില്ലേ, കുശുമ്പും കുന്നായ്മയും വിട്ടില്ലേ, ദേഷ്യവും. അപ്പം പുള്ളി വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേനും എൻ്റെ പ്രൊഡ്യൂസർ അസറപ്പിളാക്കിൽ പറഞ്ഞു, ഞാൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നടനോടൊപ്പം എനിക്ക് ഇന്ന് വരെ അഭിനയിക്കാൻ അങ്ങനെ സാജൻ ബേക്കർ ഇല്ല, അതൊരു ചാൻസ് കിട്ടിയിട്ടില്ല. അത് 2 സീനേ ഉള്ളായിരുന്നു, ഞങ്ങൾ വളരെ ആഗ്രഹിച്ച് കാസ്റ്റ് ചെയ്തതാണ്. അപ്പം ഈ വട്ടം അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ ഒറ്റയടിക്ക് നല്ല റോള്, ഈ ടൈറ്റിൽ റോൾ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് സിനിമ കാണുമ്പോൾ നമുക്ക് ത്രില്ലർ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, എളുപ്പമല്ലത്. അപ്പം ഞാനും ചോദിച്ചു, ഇപ്പോൾ ജാഫർക്ക് എങ്ങനെയാണ് അതിലോട്ട് പ്ലേസ് ചെയ്യുന്നത്? അപ്പോഴാണ് അജയ് പറഞ്ഞത്, നമ്മളെല്ലാം വെയിറ്റിംഗ് ആയിരുന്നു ഈ ലുക്ക് കാണാൻ, അല്ലേ? ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിന്. നരസിംഹസ്വാമി എന്ന് പറയുന്ന ആളുടെ സ്റ്റൈലിംഗ് ഉണ്ട്, അജയും പുള്ളിയും കൂടെ ജാഫർക്കും കൂടെ പ്ലാൻ ചെയ്താണല്ലോ. ഇങ്ങനൊരു ജാഫർ ഇടിക്കുക നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല, അതായിരുന്നു അതിന്റെ ഐഡന്റിറ്റി. സത്യം, ആ ലുക്ക് നമ്മൾ ഇതുവരെ കണ്ടില്ല. ഈ ആമോസ് അലക്സാണ്ടർ എന്ന് പറയുന്ന ഇക്കയുടെ ക്യാരക്ടറിന്റെ പേര് തന്നെയല്ലേ ആമോസ് അലക്സാണ്ടർ? എന്താ അതിന്റെ അർത്ഥം? അതൊരു ഒരു ഭാഷ നടത്താണ്, ശരിക്കുള്ളതാണോ അത്? കേട്ടോ, ബിബ്ലിക്കൽ നെയിം അത്രേ ഉള്ളൂ, അതിന് പ്രത്യേകിച്ച് ഒരു ആമോസ് അലക്സാണ്ടർ അല്ല, ഹീബ്രു. അത് പറയാൻ കറക്റ്റ് ഏത് ഭാഷയാണ്? അത് ഹിബ്രു ഭാഷയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഹീബ്രു എനിക്ക് അറിയുന്ന കാര്യം ഇതൊരു ബൈബിളിലുള്ള ഒരു ക്യാരക്ടറാ വന്നു പോണെ, ഒരു പ്രവാചകൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. മനസ്സിലായി, എന്തൊരു വചനം ബൈബിളിന്റെ റെഫറൻസ് അത്രേ ഉള്ളൂ, അതിന് പ്രത്യേകിച്ച് ഒരു പഞ്ച് തോന്നി. ഇതിനു വേണ്ടിയാണ് കോമൺ അല്ലാതെ ഉള്ള ഒരു തപ്പി അങ്ങ് പോയപ്പോ ഒട്ടും കോമൺ അല്ലാത്തൊരു കാര്യം ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. ഒട്ടും എന്താന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ, അതാണ് അങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കണം, പറയാൻ ഇങ്ങനെ മുട്ടി നിക്കണം. അതങ്ങനെ പറഞ്ഞു പറഞ്ഞോ, കുഴപ്പമില്ല, ഞങ്ങൾ എഡിറ്റ് ചെയ്ത് കളയാം. വേണ്ട ആൾക്കാരാ ഞങ്ങളത് ഹൈലൈറ്റ്സിലിട. ആക്ച്വലി പറയാം, അതായത് ഞങ്ങള് ലിവിങ് റിലേഷൻഷിപ്പിലുള്ള പാർട്ട്നേഴ്സാണ്, കപ്പിൾസാണ്. ഞാൻ ക്യാമറമാനാണ്, അദ്ദേഹം ക്രൈം ജേർണലിസ്റ്റാണ്. ഒരുപാട് ഒരു റേപ്പ് ചെയ്തൊരു വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ളതാണ് പുള്ളിക്കാരുടെ ഡ്രീം. ആ യാത്രയിൽ ഞങ്ങളുടെ ഇടയിൽ വന്നു വരുന്ന ആളാണ് ആമോസ് അലക്സാണ്ടർ. വല്ലാത്തൊരു ഡ്രീം ആയി പോയി കേട്ടോ. എന്തൊക്കെ ഡ്രീമുകൾ! അതിനകത്ത് ഇയാളെ തെരഞ്ഞെടുക്കാൻ ഈ പെൺകുട്ടി
എന്താണ് തിരഞ്ഞെടുക്കുന്നത്? ഇയാളെ തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കാനൊരു കാരണം വേണ്ട. അത് എന്തോരോ ക്രൈം നടക്കണു, ആ കൊച്ചിന് അങ്ങോട്ട് പോയാൽ പോരെ, ക്യാമറമാനും അങ്ങോട്ട് പോയാൽ പോരെ. ഇയാളെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം വേണ്ടേ? ആ കാരണം മേരിയുടെ കയ്യിലുണ്ട്. അത് മേരി സിനിമയിലൂടെ പറയും. അതാണ് സിനിമയുടെ ഒരു ഇനി മോൾ ഒത്തിരി ചോദിക്കണ്ട, മേരി അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണേണ്ടവരില്ല. അന്ന് മേരി എന്ന താര പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരുടെ ഇടയിലുള്ള അഭിനയം? നല്ലതായിരുന്നു. രണ്ട് സ്ഥലത്തും രണ്ട് എനർജി ആയിരുന്നു. ഇക്കയുടെ അടുത്ത് എൻ്റെ എനർജി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കെമിസ്ട്രി ആണെങ്കിൽ അജിച്ചേട്ടൻ്റെ അടുത്ത് ആ കുറച്ച് ഇമോഷണലി കണക്ട്, അതെ, ലൈറ്റ് ഒരു റൊമാൻസ് ഉണ്ട്, ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇതാണ്. സോ രണ്ടും ഡിഫറെൻറ്റ് എനർജിയാണ്, പക്ഷെ രണ്ടിടത്തും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇതിന്റെ ഈ ഫസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടിയത് എന്തായിരുന്നു താരക്ക് ആമോസ് അലക്സാണ്ടറിനെ കുറിച്ചിട്ട്? ഇത് ഞാൻ 2022 ചെയ്തിരുന്ന അജയും 2013 സിനിമ കൺസീവ് ചെയ്തത്. ഇവര് തമ്മിൽ നേരത്തെ ഇതിന്റെ കുറെ പോർഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസറെ കിട്ടാൻ വേണ്ടി കുറച്ച് ഫുട്ടേജ് 2022 പ്രൊഡ്യൂസറിനെ കാണിക്കാൻ വേണ്ടിട്ട് കിട്ടിയത് 2024. അപ്പൊ അന്നോട്ട് താരക്ക് ഈ സബ്ജക്റ്റും പാർട്ട് ഓഫ് ദിസ് അല്ലേ കുറെ കാലമായിട്ട്. അപ്പൊ ഞങ്ങളെ വരുത്തന്മാര്. ഓ അബ്ഡിയാ, ഞാൻ നേരെ തിരിച്ചാണ് ലാസ്റ്റ് എഡിഷൻ. എങ്ങനെ ഉണ്ടായിരുന്നു പറ, എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് യുവർ നായിക? സൂപ്പർ, വെരി ഗുഡ്, വെരി ഗുഡ് ആക്ടർ. ജഡ്ജ് ചെയ്ത് പറയുന്നതല്ല, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ആളുമില്ല. പക്ഷെ നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആൾ തരുന്ന ഒരു കോംപ്ലിമെന്റ്, ഒരു വൈബുണ്ട്. ആ വൈബ് കറക്റ്റ് ആകുമ്പോഴാണല്ലോ ഡയറക്ടർ രണ്ടുപേർക്കും കൂടെ ചേർത്തൊരു ഓക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് സീനുകൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. ഡെഫിനറ്റ്ലി ഒരു അൺഐഡന്റിഫൈഡ് കെമിസ്ട്രി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോങ് കണ്ടപ്പോഴും പറഞ്ഞവരുണ്ട്, നല്ല രസമുണ്ടായിരുന്നു സോങ്. നിങ്ങൾ രണ്ടാളും കൂടി ഉള്ളത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഒട്ടും ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സോങ് അത്രയും നമ്മൾ പെട്ടെന്ന് എടുത്തേ. നമ്മുടെ അജയ്ക്കും നമുക്കൊക്കെ അറിയാം, നമ്മുടെ പ്രൊഡ്യൂസർ ഇങ്ങനത്തെ അഷ്റഫിക്ക ഇത്രയും നല്ലൊരു തോട്ട് ആയതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പം ആ മനുഷ്യനോട് തിരിച്ചു ഒരു ഇതുണ്ടല്ലോ, കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് ഒരു വലിയ സ്റ്റാർ ഉള്ള പടമല്ല, അപ്പം അതിനോട് നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ നിന്നുകൊണ്ട് അന്ന് അജയ്ക്ക് അത്രയും ആ സോങ്ങിനോട് നീതി പുലർത്താൻ പറ്റി. അതിനോട് ടൈറ്റിൽ ക്യാരക്ടർ ആണല്ലോ ഇക്കയെ വിളിച്ചിട്ട് ആമോസ് അലക്സാണ്ടർ ആവാൻ പറയുമ്പോൾ ഇക്കയുടെ ഒരു ഫീൽ എന്തായിരുന്നു? ഈ കഥ പറയാൻ വന്ന പോലെ നമ്മളാരെയും ഒന്നും കൊള്ളൂലാത്ത പടമാണെങ്കിലും കഥയാണെങ്കിലും നമ്മളാരെയും നിരുത്സാഹപ്പെടുത്താറൊന്നുമില്ല. അങ്ങനെ അത് ഒന്നും തിരുത്തലൊക്കെ വരുത്തണം, നമുക്ക് ചെയ്യാൻ കിട്ടാ എന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുക. അതെന്ന് വെച്ചാൽ അതൊക്കെ എഴുതി വെച്ചേക്കുന്ന ഒരു പട്ടിണി നടന്നിട്ട് എഴുതി വെച്ചേക്കണായിരിക്കും. എനിക്ക് അനുഭവമുള്ള എനിക്ക് അനുഭവമുള്ള ഞാനൊരു 2 പേരെ ചെലവിന് കൊടുത്ത് ഒരു കൊല്ലം ഞാൻ കിടത്തിയിട്ടുണ്ട് ഒരു ഷെഡിലെ. ഈ കുട്ടി അഭിനയിച്ച മറ്റേ ഈ 14 സംസ്ഥാനത്തിലൊക്കെ പോയ ഒരു പാട്ടൊക്കെ കൊണ്ട് ഇവർ പറഞ്ഞില്ലേ, ആരെങ്കിലും എത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉള്ളു. അപ്പം ഞാനിങ്ങനെ ഇതെൻ്റെ അടുത്ത് കിടന്ന് മറിയുക, ഇങ്ങനെ കൊണ്ടൊന്നു കാണിച്ചു. ഞാൻ കണ്ടു കഴിയുമ്പോഴത്തേന് ഈ കൊച്ചിങ്ങനെ അഭിനയിക്കുന്നു, ആഗ്രഹി അവിടെയൊക്കെ പോയി അങ്ങനെയൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഈ പയ്യനെ കണ്ടു. പയ്യനോട് പറയുമ്പോൾ ഇങ്ങനെ മോൻ്റെ വീട് ഇവിടെ മണക്കാട് തൊടുപുഴ ഒക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിച്ച് പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറയുന്നൊരു പടമില്ലേ, ആ പടത്തിനകത്ത് ഇദ്ദേഹം അവിടെ വന്നിട്ട് പറയാം. ഞാൻ പറഞ്ഞു മോനെ എവിടെയെങ്കിലും എത്തിക്കാം. ഞാൻ സാന്ദ്ര തോമസ് മാഡത്തിനോട് ഹസ്ബൻഡിനോട് ഇതൊക്കെ ഞാൻ കുറേ അതിന് വേണ്ടി ചുമ്മാ അങ്ങ് പറഞ്ഞു. അപ്പോഴൊന്നും ആമോസ് അലക്സാണ്ടർ ഞാനല്ല കേട്ടോ, ഇവർ ഈ പടം ചെയ്യട്ടെ, പടം നടന്നാൽ മതി, നമ്മളാണ് ടൈറ്റിൽ ക്യാരക്ടർ അറിയില്ല. ഈ പടത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പിന്നീട് ഒരു സമയത്താണ് അനൂപ് എന്ന് പറയുന്നത്, തൊടുപുഴ അനൂപ് കൃഷ്ണ, ഈ മഞ്ചാടി നമ്മുടെ നായർഷാക്കയുടെ പടം ചെയ്ത് മാജിക് ഭക്ഷണം ചെയ്തതിൻ്റെ കൺട്രോളറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തത്. അതുകൊണ്ട് വിൽക്കാൻ ഇങ്ങനെ വിൽക്കാനെ വെച്ചാൽ അവർ ചെയ്യണം. അതായിരുന്നു അങ്ങനെ സുധീർ കോടനാടും ഈ എൻ്റെ മാനേജരും പിന്നെ ഈ അനൂപും കൂടെ കൂടി ഈ സംഭവം പറഞ്ഞു കേട്ട് ഞാനത് ഏറ്റെടുത്ത് ഞാൻ കുറേയൊക്കെ ആൾക്കാരെ കാണിച്ചു കേട്ട് എനിക്ക് ലാസ്റ്റ് ഇവിടെ ഗതികേട് കണ്ടിട്ടേ ഒരു സത്യം ഞാൻ പറയാം, സിനിമയുടെയൊക്കെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. തമാശ ഞാൻ പറയണല്ല, ഇത് കൊണ്ടിട്ട് ഒന്നിനും ഇല്ല എന്ന് പറയണം. ഈ ആശിപ്പിക്കരുത്, വെറുതെ ചെയ്യാം, ഇത് കൊള്ളാം അടിപൊളിയാന്ന് പറഞ്ഞ് ആശിപ്പിക്കരുത്. ചെയ്യാമെങ്കിൽ ചെയ്യാം. അങ്ങനെ അലഞ്ഞിരിഞ്ഞുകൊണ്ട് ഏറ്റെടുത്തവനെ അങ്ങനെ ഏറ്റെടുത്തിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തു. അത് നമ്മുടെ ഈ അഷ്റഫിനെ ഏൽപ്പിച്ചു. അന്നേരത്തും വേറൊരാൾ വന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒത്തിരി കഥയൊക്കെ ഉണ്ട്. ലാസ്റ്റ് അദ്ദേഹം മുഖാന്തരം ഈ പടവും കൊണ്ട് നടന്നു.
ഇതൊരു കുഞ്ഞു പടമായിരുന്നു, ഒരു വലിയ പടമായി. അങ്ങനെയാണ് ഇതിനകത്ത് ഞാനും അജു സാറും ഈ ഷാജോണും ഒക്കെ വന്നെ. ഈ പെങ്കൊച്ച് നേരത്തെ ഉണ്ടല്ലോ, അങ്ങനെ പ്രൊജക്റ്റാക്കി. അതിനകത്ത് ഞാൻ ആമോസ് അലക്സാണ്ടറിൻ്റെ വേഷം ചെയ്യുന്നു, ഇദ്ദേഹവും ഈ കുട്ടിയും കൂടെ കൂടി. ഈ കുട്ടി ശരിക്കും ഇതിനകത്ത് നായകനും നായികയൊന്നുമില്ല, പക്ഷെ ഇതിനകത്ത് നായികയാണ്. സെൻട്രൽ അതിനകത്ത് ഈ കുട്ടിയാ, സോറി ഇറ്റ് ഈസ് മേരി. മേരി എന്ന് പറയുന്ന ഈ കുട്ടിയാണ് എൻ്റെ ഫീമെയിൽ കഥാപാത്രം. സെൻട്രിക് ഒരു ഫസ്റ്റ് ഫിലിമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് എന്തുകൊണ്ട് പിന്നെ ആമോസ് അലക്സാണ്ടർ പേരിട്ടു. അതെന്താ മേരിയുടെ പേരിടാൻ എന്താ? ഇത് ഈ ത്രില്ലറിന്റെ ഒരു പ്രോബ്ലം ആണ്. ഏത് ആമോസ് മേരി കാണുമായിരിക്കുമല്ലോ എന്തെങ്കിലും, അത് മനസ്സിലാവും. ആമോസ് മേരി എന്നിട്ടാ അതിന്റെ പേരാണ്. അല്ല, ആമോസ് മേരി എന്നല്ല, ആളാണ് സെൻട്രൽ ക്യാരക്ടർ. ആളെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ മുഴുവൻ നടക്കുന്നത്. എന്നിട്ട് സിനിമയുടെ പേര് ആമോസ് അലക്സാണ്ടർ, നിക്കയുടെ പേര്. അതെന്ത് പരിപാടി? ആ പരിപാടി സിനിമ കാണണം അല്ലേ? സിനിമ കാണുമ്പോൾ അറിയാം എന്താണ്. ടൈറ്റിൽ ക്യാരക്ടറായിട്ടേ നമ്മൾ കാണാത്ത ലുക്കാണല്ലോ ഇരിക്കാന്. ആ ലുക്കിൽ താങ്കൾ എങ്ങനെ മൈൻഡിൽ ആളെ കണ്ടേ? മറ്റൊന്നുമില്ല, ഇത് റീപ്ലേസ് ചെയ്യാൻ നിലവിൽ ആളില്ല എന്നുള്ളതാണ് സത്യം. വേറെ ഞാൻ ഏതൊരു ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു ആർട്ടിസ്റ്റ് ഇല്ല അത് ചെയ്യാൻ പാകത്തിന്. അദ്ദേഹത്തിൻ്റെ ഒരു വേഴ്സറ്റാലിറ്റിയോട് കൂടി ചെയ്യാൻ പാകത്തിന് ഒരു ആർട്ടിസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് സ്ലോ മോഷനിലെ കൈയടിക്കുന്നു, ഒറ്റയ്ക്കുള്ള അതല്ലോ ഇതല്ല അത്ര സ്ലോ മോഷൻ. അത് കണ്ടു കഴിയുമ്പോൾ, ഞാൻ വെറുതെ പറയുന്നതല്ല, കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുക. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കാൻ പെട്ടെന്ന് നോക്കിയ ആരുമുണ്ട്? ഇല്ല, ഞാൻ ആലോചിച്ചിട്ടില്ല. ഇല്ല, എനിക്ക് മറ്റേ ആലോചന വന്നിട്ടില്ല. ഇതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള ആളെന്ന രീതിയിലേ ഇപ്പത്തെ ഇതിന്റെ ഒരു ഔട്ട്കം കാണുമ്പോ ഉണ്ടല്ലേ, ഹൗ ഡു യു ഫീൽ? അതായത് ഇതൊരു കുറേ വർഷങ്ങളുടെ പ്രോസസ്സാണല്ലോ. ഇപ്പൊ ഇത് ഔട്ടൊക്കെ ആവാനായി, ഇപ്പൊ റിലീസ് ആവുമെന്ന് പറഞ്ഞിരിക്കുന്നു, സിനിമ കംപ്ലീറ്റ് ആയി, നമ്മൾ പ്രൊമോഷണൽ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നു. ഹൗ ഡു യു ഫീൽ? സിനിമ തുടങ്ങുമ്പോൾ ആദ്യമേ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഇത് എൻ്റെ മാത്രം ഒരു പടമായിട്ടാണ് അത് തുടങ്ങിയത്. പിന്നീട് ഒരുപാട്, അതായത് ഒരൊറ്റ സിംഗിൾ ആക്ടർ ആയിട്ടോ? അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എൻ്റെ ഒരു ജേണി എന്നുള്ളൊരു കഥ അങ്ങനെയായിരുന്നു. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന് മുഖം ഉണ്ടായിരുന്നില്ലല്ലോ. മനസ്സിലായി. അത് കഴിഞ്ഞ് കുറേ ഈ പറഞ്ഞ മാതിരി കുറേ കാലം അതിങ്ങനെ നടക്കാണ്ടൊക്കെ ആയി. ഒരു ഷോർട്ട് ഫിലിം പോലെയാണ് പോയേ. ഇദ്ദേഹം പറഞ്ഞല്ലോ അത് സിനിമ ആയതാ. ഒരു ഷോർട്ട് ഫിലിം പോലെ ഒരു കുഞ്ഞൊരു സംഭവം ചെയ്തു നോക്കാൻ, അങ്ങനെ ആരെല്ലാം കാണിച്ചു കൊടുത്തതൊക്കെ അത് മാറി. പറഞ്ഞോ, ഒരു വലിയ സിനിമയായി മാറി. ഒരു വലിയ സിനിമയായി മാറി. വലിയ സിനിമയത്, ഇത് വലിയ സിനിമയാണ്, ഒത്തിരി കാശ് മുടക്കുള്ളത്. പറഞ്ഞു, ഒരുപാട് സന്തോഷം ഇവിടെ പിന്നെ ഇരിക്കാൻ കഴിഞ്ഞതിൽ. ശരിക്കും സന്തോഷമാണ്. എന്താ ചിരിക്കണേ നിങ്ങളെല്ലാരും കൂടി? അല്ല, പുള്ളി ആള് ചെന്ന് ചാടിയത് ഒരു കുഞ്ഞു സെറ്റപ്പില് ഉള്ളൊരു സംഭവത്തിനകത്തേക്ക് ഇതൊക്കെ പോയില്ലേ. പക്ഷെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പം വലിയ സിനിമയായി. ആ സിനിമയോട് സന്തോഷം ആ കൊച്ചിന് കാണിയല്ലേ, സന്തോഷമായില്ലേ? നല്ല സന്തോഷമായി. പിന്നെ അത് തന്നെയല്ല, ഇനിയിപ്പോ എന്തെങ്കിലും കുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു കെൻ സീക്ക് ഹെൽപ്പ്. ഹി വിൽ ഹെൽപ്പ്. പാസ് എന്ന് പറഞ്ഞാൽ അതെ, പാസ്, അങ്ങോട്ട് പാസ് ചെയ്യൂ. കുട്ടിക്ക് നല്ല സന്തോഷമുണ്ട് ഈ സിനിമയിൽ ഭാഗമായതിൽ. അതാണ് കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇക്ക പിന്നെ പകുതി ഉത്തരം പറഞ്ഞല്ലോ. പിന്നെ ഒന്നും പറയാനില്ല. അജു വർഗീസ് എന്ന ആക്ടറിന് എന്തോരം സന്തോഷമുണ്ട് ഇപ്പൊ? എനിക്കിപ്പോ നല്ല സന്തോഷമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആ സാധനം കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങളുടെ ക്യാമറയിൽ ടീം പറയായിരുന്നു, ഏതോ ഒരു ഇന്റർവ്യൂല് ധ്യാന്റെ കൂടെ ഇരുന്നിട്ട് അയച്ചേട്ടൻ പറയണ്ടേ, ഈ ധ്യാന്റെ റോള് ഞാനിങ് ഏറ്റെടുക്കുക, ചറ പറ ഇനി സിനിമയായിരിക്കും. അയച്ചേട്ടൻ ചറ പറ സിനിമ ചെയ്യാൻ പോണെന്ന് ചോദിക്കണം കേട്ടോ ചേച്ചിന്ന്. ആണോ? അന്ന് തൊട്ട് സിനിമാക്കാരെ വിളിക്കുന്നു കുറച്ച് കണ്ടിട്ടാന്നോ? ശരിക്കും കുറഞ്ഞ? നാച്ചുറലി നമുക്ക് ഒരു ഏജ് കഴിയുമ്പം, ഇപ്പൊ എന്നെ പഠിച്ചൊരു 27-കാരന് വേഷം തരാൻ പറ്റില്ലല്ലോ. ഒന്നെങ്കിൽ ഞാൻ അതുപോലെ ഇരിക്കണം, അതുപോലെ ഇരിക്കത്തുമില്ല, അതുപോലത്തെ വേഷവും കിട്ടില്ല. അപ്പൊ ആ ഇന്റർവ്യൂ എനിക്കൊന്ന് നമ്മൾ ആപ്കൈസെ ഹോയ്ക്ക് വേണ്ടി എടുത്തതാണ്. പക്ഷെ ഇല്ല, നടക്കൂല. ഞാൻ വീണ്ടും പിൻവലിച്ചു. ഞാൻ ചൂസ് ചെയ്യാൻ, അതാണ് ബെറ്റർ. എന്താണ് പടമില്ലാത്ത ഐ ആം ചൂസി. ഞാൻ പറന്നുപോ കണ്ടു, തിയേറ്ററിൽ പോയി കണ്ടു. നമ്മളന്ന് ഇന്റർവ്യൂ ലാസ്റ്റ് കണ്ടത് ബ്യൂട്ടിഫുൾ സിനിമ. നല്ല പടം, ബ്യൂട്ടിഫുൾ സിനിമ എന്ന് പറഞ്ഞാൽ പറന്നുപോ. അജു ചേട്ടൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ. അതാകെ 2-3 മിനിറ്റേ ഉള്ളൂ. 15 വർഷം സംഭവിക്കാത്ത മമ്മൂക്കയുടെ കോള് വരെ സംഭവിച്ച സിനിമ. മെസ്സേജ് എങ്ങനെയുണ്ടായിരുന്നു? അതായിരുന്നു നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷം. കാര്യം റാം സാറും മമ്മൂക്കയും തമ്മിലുള്ള ഒരു ബന്ധം വെച്ചാണ് മമ്മൂക്ക സിനിമ കണ്ടത്. എനിക്ക് ആ റോള് വളരെ പ്രിയപ്പെട്ടതാണ്. ഇതുപോലൊക്കെ തന്നെ
ഇതിൽ പിന്നെ എനിക്ക് ലെങ്ത് ഉണ്ട്. ഉണ്ട്. അതിലെനിക്ക് അതിലാകെ 3 ഇച്ചിരി മിനിറ്റേ നേരേ ഉള്ളൂ. ഉള്ളൂ. സത്യം. 3 മിനിറ്റ്. അതിൽ ഏറ്റവും വലിയൊരു ഐറണി എന്താ അറിയോ, 15 മമ്മൂക്ക വന്ന് മലർവാടിയുടെ പൂജയ്ക്ക് ആരംഭിച്ചവരാ ഞങ്ങളത്. 15 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് കിട്ടിയത്. അതൊരു തമിഴ് സിനിമയ്ക്ക്, അത് 3 മിനിറ്റ് ഉള്ളൊരു വേഷം. ഒന്ന് നോക്കി. അപ്പോൾ സിനിമയ്ക്ക് അതിൻ്റെ ഒരു ലെങ്തോ ഇതൊന്നും മാറ്റർ അല്ല എന്ന് നമ്മൾ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അത്. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് അദ്ദേഹം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ കണ്ട് മെസ്സേജ് അയച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അപ്പോൾ എൻ്റെ സുഹൃത്ത് ചോദിച്ചു, നമുക്ക് ഈ ആഴ്ച നിന്റെ സിനിമകളാണ് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. അങ്ങനെ പറഞ്ഞു. പക്ഷെ രണ്ടടുപ്പിച്ചടുപ്പിച്ച മറ്റേ ഞാൻ പിന്നെ എങ്ങും പറഞ്ഞില്ല, ഇപ്പോഴേ ഞാൻ പറഞ്ഞു. അത് രണ്ടും ഭയങ്കര ഒരു നാച്ചുറലി നമുക്കൊരു നമ്മൾ ഇവരെ കണ്ട് ആശിച്ച് ഇൻസ്പയർഡ് ആയി സത്യം വന്ന ഒരു മേഖലയിലെ പയനിയേഴ്സിൻ്റെ നിന്ന് എന്ന് കിട്ടുമ്പം കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു ഒരു മോട്ടിവേഷൻ. അതുപോലെ ഇപ്പൊ ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നൊരു മെസ്സേജ്, ഒരു കോള്, അതേതാ? ദിലീഷ് ചേട്ടന്റെ കോള്, കേരള ക്രൈം ഫയൽസ്. അൻവർ റഷീദ് സാറിന്റെ, അൻവർക്കയുടെ കോള്, ഗഗനചാരി. ഇത് രണ്ടും ഗഗനചാരിയെ പ്രതീക്ഷിച്ചില്ല. കാര്യം ഗഗനചാരിയുടെ റിലീസിന് മുന്നേ എൻ്റെ മാനേജർ മുഹമ്മദിനെയും എൻ്റെ ജിം എന്ന് പറയുന്ന തെറ്റാണ്, എൻ്റെ രൂപം കണ്ടിട്ട്. പക്ഷെ എനിക്കൊരു ജിം ഇൻസ്ട്രക്ടർ അന്ന് ഉണ്ടായിരുന്നു. ഇരിക്കുന്നവൻ ഒളിച്ചായിരിക്കണം കണ്ടാ, നാളെ ഒളിച്ചല്ലേ എപ്പോഴും ഇരിക്കണം. ഞാനാ പണി നിർത്തി. ഡയറക്ടറിനോട് പറഞ്ഞ കഥയാ. അപ്പൊ തന്നെ അരുൺ ചന്ദുവിനെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ പടം കാണിക്കാൻ ആദ്യത്തെ കട്ടാട്ടോ, ഈ കട്ടല്ല, അയച്ചു കൊടുത്തപ്പം ഇന്റർവെല്ലായപ്പോ എനിക്ക് ലാപ്ടോപ്പ് തിരിച്ചുകൊണ്ട് തന്നു. എന്നിട്ട് എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു, ചേട്ടൻ എയറിലായിരിക്കും, ചന്തു ചേട്ടൻ ഫീൽഡ് ഔട്ട് ആയിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, അവൻ എന്ത് പറഞ്ഞു? ഞാൻ രാവിലെ ചെയ്യുന്ന തെറ്റുകൾക്ക് തന്ന ശിക്ഷയാണോ ഇതെന്ന്. അത്രയും അവിടെ പടം റിലീസായപ്പോ ഞാൻ ഇടാ എന്നെ വിളിച്ചാരെന്നറിയോ? അൻവർ റഷീദ്. മനസ്സിലായോ? നീയൊക്കെ അൻവർ റഷീദിന്റെ സിനിമകൾ ഏതാണെന്നറിയോ? അറിയോ? അപ്പം പിന്നെ ഒന്നും പറയാനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഗഗനചാരിക്ക് സ്റ്റേറ്റ് അവാർഡ്. ഒന്നും ഉണ്ടായില്ല. അപ്പൊ അവരെന്ത് പറഞ്ഞു? ഒന്നും പറയില്ല. എങ്ങനെയോ കിട്ടിയെന്ന് അടിക്കാൻ ചിലപ്പോ. അവന് ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോ കണ്ടിട്ടില്ല അവർക്ക്, അതുകൊണ്ടായിരിക്കും പുള്ളി തലവിരിച്ചിരിക്കുന്നു. പക്ഷെ പുള്ളി ഇപ്പൊ വലയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ഇനിയിപ്പോ എങ്ങാണ് അതിന്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാലും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ആടി 3 ഉണ്ടല്ലോ, ആടി 3യുടെ പാപ്പന്റെ ലുക്കൊക്കെ വൻ വൈറലായല്ലോ, അതൊക്കെ ആൾക്കാർ ഷെയർ ചെയ്ത് വൻ മോട്ടിവേഷൻ ആണ്. പണ്ട് ആടി 2 ഇറങ്ങുന്ന സമയത്ത് ഡ്രൈവർ പൊന്നപ്പൻ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ മിഥുൻ മാനുവൽ തോമസിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, പക്ഷെ ആടി 3 ഡ്രൈവർ പൊന്നപ്പൻ വിൽ പീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ്, അത് ഭയങ്കര വൈറലായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. എന്താ അവസ്ഥ പൊന്നപ്പ? പൊന്നപ്പനെ വിളിക്കട്ടെ. വിളിച്ചില്ലേ? വിളിക്കും നോക്കാം. ഏതായാലും ഷാജി പാപ്പന്റെ ലുക്ക് അല്ല, ആദ്യത്തിന് തീരാറായില്ലേ? നടന്നോണ്ടിരിക്കുന്നു. തീരാറായിട്ടില്ല, കഴിയാറായി അല്ലേ? കഴിയാറായോ? അറിയില്ല. പാപ്പന്റെ ലുക്കൊക്കെ ഞങ്ങൾ ഇപ്പോഴാണല്ലോ കാണുന്നത്. പാപ്പന്റെ ലുക്ക് വൈറലായിരുന്നു. ചിലപ്പോ വേറെ കാര്യ നല്ല രസമാണ്. അതാ ഈ ആക്ടേഴ്സിന്റെ ഞങ്ങളുടെ ഒക്കെ ഒരു ഗുണം. ഞങ്ങളൊക്കെ ഇന്ന് രാത്രി വിളിച്ചാൽ നമ്മളെ തെറ്റല്ലേ? അടുത്തിന് തീർന്നോട്ടെന്നേ. 4 ദിവസം ഷൂട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒരു ദിവസം ചെയ്തിട്ട് 5 സീനങ്ങ് അടിച്ച് തീർത്താൽ പോരെ. അല്ല, എനിക്കെപ്പോഴും അതിൽ ഒരു സീൻ ഉണ്ടാവാറുള്ളൂ. ആടിലൊരു 2 സീൻ, ആട് 2 1 സീൻ, 3 പര സീൻ ആയിരിക്കോ? മതി. 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ എടുത്താൽ നമ്മൾ സെറ്റ് ആക്കൂലേ? ഒരു പ്രശ്നമല്ല. ചെറിയ നമുക്ക് എന്തെങ്കിലും അതിൽ കഥയിൽ ഓടിപ്പോന്ന ബസ്സിന് പിടിച്ചു കയറിയാൽ അത്രേ ഉള്ളൂ. നമുക്ക് അത്രയും മതി. അതെ, ഈ ഓടിപ്പോവാൻ നിൽക്കുന്ന ബസ് ഉണ്ടല്ലോ, ധ്യാൻ ശ്രീനിവാസൻ, ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോണു എന്ന് പറഞ്ഞു. ഫണ്ടാസ്റ്റിക് ഫിലിംസിന്റെ ബാനറിൽ ധ്യാൻ ശ്രീനിവാസൻ ഡയറക്ട് ചെയ്യുന്ന സിനിമ എപ്പോ വരും? ഫണ്ടാസ്റ്റിക് ഫിലിംസ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു പുനർജന്മം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അത് ഫണ്ടാസ്റ്റിക് ഫിലിംസ് ഞാനാണ് പേരിട്ട് ലോഗോ ഡിസൈൻ ചെയ്യിപ്പിച്ചത്. അരുൺ ചന്തു ആണ് ഡിസൈനർ. അപ്പോൾ എഫിൻ്റെ അപ്പുറത്ത് ഡോട്ട് അടിച്ച് ഞാനാ.
ആ ഡോട്ടിന്റെ അർത്ഥം ഇത് ലാസ്റ്റ് പടം ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. പിന്നെ 2 പടം കൂടെ ചെയ്തു പോയി. ആ ഡോട്ട് ഒരു ഗുളികനായിരുന്നോ? ആ ഡോട്ട് ഞാൻ തന്നെ എടുപ്പിച്ച ഒറ്റ പടം എഫ് ഡോട്ട്. അപ്പൊ ഇനി ചെയ്യുന്നില്ലേ? ഓ എനിക്ക് വയ്യ ശരിക്കും ചെയ്യുന്നില്ല? ധ്യാനം. പിന്നെ തോന്നുന്നുണ്ടോ അവന് ഇതെല്ലാം നടന്നത് ആ വിശാഖ കാരണോ? അപ്പൊ അവൻ എന്താ പറയാ, അവന് പിന്നെ വീട്ടിലെ സ്റ്റുഡിയോ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾക്കായിട്ട് പിന്നെ പോയി ഒരു ഇതില്ല. ഞാനിപ്പോ എന്റെ ഈ ജോലിയിൽ തൊഴിലിൽ സ്വസ്ഥമായിട്ട്. അപ്പൊ താങ്കൾക്ക് ആ പ്ലാൻ ഇല്ല, പ്രൊഡക്ഷൻ പ്ലാൻ ഇല്ല? ഇല്ലേ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്ന്. ഈ ഇന്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് ഒരു നിവിൻ പോളി വീഡിയോ കണ്ടായിരുന്നു. ഒരു ഭയങ്കര കട്ട നിവിൻ പോളി ഫാൻ, അച്ചായ വി വോണ്ട് യു ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഉണ്ടാക്കിയേക്കുന്ന ഒരു വീഡിയോ. അപ്പൊ അതിലാണ് ഈ മറ്റേ ഡിയർ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ ചെറിയ ടീസറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ അവസ്ഥ എന്താ? അത് മറ്റേ നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമയുടെ ഒരു ബാക്കി പോലെ, അല്ലെങ്കിൽ ആ കോംബോ ആണല്ലോ? ഇല്ല, ലവ് ആക്ഷൻ ഡ്രാമ പോലെ അല്ലാന്ന് തോന്നി. ഡിയർ സ്റ്റുഡന്റ് കുറച്ചും കൂടി ആ സ്റ്റുഡൻസിന്റെ കഥയിൽ പറയുന്ന. അജയനുണ്ടോ അതിനകത്ത്? ഞാൻ ഒരു സീൻ ഇത് സത്യത്തിൽ നിങ്ങളിത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നല്ലേ കുറെ സിനിമകൾ ചെയ്യാൻ വേണ്ടിട്ട്? ഒരു സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീൻ ശരിക്കും സീൻ, പക്ഷെ നല്ല സീനാണ്. അതിനി കട്ടായി പോകുന്ന എനിക്കറിയില്ല. നല്ല സീൻ, ഞാൻ എൻജോയ് ചെയ്ത സീൻ. ഈ വൺ ടേക്ക് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വൺ സീൻ ആർട്ടിസ്റ്റായി മാറുമോ? ഒരു സീനാണെങ്കിൽ ഓക്കെയാണ്, രസമുള്ള സീനാണ്. മഞ്ജു ഡിയർ സ്റ്റുഡന്റ് തിയേറ്ററിൽ കാണുമ്പോൾ എന്റെ സീൻ ഉണ്ടെങ്കിൽ ആ സീൻ രസമുള്ള സീനാണ്. എന്നാ അതിന് ബാക്കി കണ്ടിട്ട് പറയാം. എന്റെ ഫോണിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇക്ക ജാഫർ ഇടുക്കി എന്ന് യൂട്യൂബിൽ അടിച്ചാൽ സിനിമകളേക്കാൾ കൂടുതൽ ഇപ്പൊ വരുന്ന എന്താണെന്നറിയോ? ആ പോത്തുകറി. എന്നാ ഒരു പോത്തുകറിയാ! പിന്നെ സൂപ്പറാ. അതായത് നമ്മൾ അതിന്റെ ഇൻഗ്രീഡിയന്റ് ഉണ്ടാക്കിണ്ടോ? അത് നമ്മൾ യൂഷ്വലി ബീഫ് കറി ഒക്കെ ഉണ്ടാക്കുമ്പോ ഭയങ്കര പണിയാണല്ലോ. പക്ഷെ അത് പോയിട്ട് അത്രയും സിമ്പിൾ ആയിട്ട് അത്രയും ടേസ്റ്റി ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ കോവയ്ക്ക ഫ്രൈ, മത്തി മുളക് അല്ല മത്തി വറുത്തത്, ഇതൊക്കെ ഇത് ഭയങ്കര കുക്കാന്ന് തോന്നുന്നല്ലേ? എപ്പോ അതൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യണല്ലേ അല്ലേ? വൻ കുക്കാന്ന് തോന്നുന്നല്ലേ? അത് ചെയ്തിട്ടാ അത് ചെയ്യുന്നത്. അത് സിദ്ദീഖല്ല, നമ്മുടെ നടൻ സിദ്ദീഖ. ഒരു അത് വൈറലായി വരുന്നത് മറ്റേ ബീഫ്. ഒരു ദിവസം സിദ്ദീഖയുടെ ഒരു കോള്. അപ്പോൾ സിദ്ദീഖ വിളിച്ചിട്ട്, എടാ നീ എവിടെടാ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്കാ. എടാ നീ മറ്റേ യൂട്യൂബിൽ പറഞ്ഞ ബീഫ് കറി ഇല്ലടാ, അത് ഞാനും വൈഫിൻ്റെ പേര് പറഞ്ഞു, എന്തോ പറഞ്ഞു, ഞങ്ങളുണ്ടാക്കുവാണ് അതൊന്നും വേണ്ട. അങ്ങനൊരു സാധനം ദുബായിൽ 2 ഹോട്ടലിലൊക്കെ നല്ല ശമ്പളം നിന്ന് വിളിക്കണമെങ്കിൽ അവിടെ ചെന്നിട്ട് ചുമ്മാ ഹോട്ടലിൽ കുക്ക് ചെയ്ത് നമ്മൾ ജാഫ്രിക്ക് ഉണ്ടാക്കിയ ബീഫ് എൻ്റെ പിള്ളേർ കഞ്ഞി പിടിച്ചില്ലേ. ഞാൻ ആ ബീഫ് യൂട്യൂബിൽ ഉണ്ടാക്കിയ ഒരു പെങ്കൊച്ച് മോളെ പോലെ ചോദിച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ആ ഹൈ റേഞ്ച് വെച്ചിട്ട് ഞാനങ്ങനെ പറഞ്ഞു, അത് ഞാൻ എനിക്ക് പൈസ കിട്ടി എൻ്റെ പിള്ളേർക്ക് അരി മേടിച്ചു കൊടുത്തു. അപ്പം ബീഫ് കറി എങ്ങനെ, മത്തി വറുത്ത എങ്ങനെ, കോവയ്ക്ക വറുത്ത ഒക്കെ അങ്ങനെ. കോവയ്ക്കൊക്കെ നമ്മൾ ചുമ്മാ പിച്ചു ചീന്തി കളയത്. കോവയ്ക്കൊക്കെ വറുത്ത് കൊണ്ടുപോകണം, വറുത്താണല്ല. ചോറ് നല്ല വെന്ത ചോറാണെങ്കിൽ ആ കോവയ്ക്ക വറുത്ത് മാത്രം മതി. പിന്നെ മത്തി വറുത്തത്, മത്തി വറുക്കുമ്പോൾ നമ്മൾ കരി ഊര കരാന്നാക്കരുത്, അങ്ങനെ ആക്കരുത്. കരാന്ന് കടിച്ച് തിന്നരുത്. മത്തിയൊക്കെ വറുക്കുമ്പം നല്ല പച്ചക്കുരുമുളകും സാധാരണ ഇച്ചിരി നല്ല ഇപ്പം മുളക് പൊടിയാണ്, ആരും അരച്ച് ചേർക്കുന്നില്ലല്ലോ. അതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നാൽ അവിടെ നിന്ന് കൊണ്ടിട്ടെ ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി അല്ല മഞ്ഞപ്പൊടി, പിന്നെ ഇച്ചിരി പച്ചക്കുരുമുളക്, ഒരു ചാള എടുത്തേച്ച് അതിൻ്റെ വേറെ ഇങ്ങനെ കീറിയൊക്കെ ഉള്ളേ അല്ല വയറ്റിനകത്ത് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഇങ്ങനെ കണകണമെന്ന് വരയുക, ഇങ്ങോട്ടും കണകണമെന്ന് വരയുക. പിന്നെ അവിടെയും തേച്ച് പിടിപ്പിച്ചേച്ച് ഒരു വെളിച്ചെണ്ണയിൽ വറക്കാവുള്ളൂ, ചുമ്മാ കണകണ ഓയിൽ വറക്കും. അത് ഇട്ട് അങ്ങ് തിളച്ച് മറിഞ്ഞൊരു 3/4 വേഗമാകുമ്പം അതെടുത്തില്ല. അത് അരവേവും ആകരുത്, ഒരു വേവും ആകരുത്, ഒരു 3/4. ഏത് കറി എടുത്തു ഒരു 3/4 സമയത്തെടുത്ത് തിന്നു കഴിഞ്ഞാൽ വേറെ ടേസ്റ്റാണ്. അല്ലാതെ നമ്മൾ കരിച്ച് പൊരിച്ച് കത്തിച്ച് കളയരുത് സാധനം. അങ്ങനെ ഉണ്ടാക്കിയില്ല ഇത്. പക്ഷെ ആമോസ് അലക്സാണ്ടർ നമ്മൾ കാര്യമായിട്ട് ഉണ്ടാക്കിയ ഒരു വേവിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതൊരു വേവിലുണ്ടാക്കിയതാണ്. അത് ഒത്തിരി പേര് ചില പാടുപെട്ടിട്ട് എല്ലാരും ചുറ്റും ഒരിറക്കിറക്കി. സത്യം, ഞാൻ ഉൾപ്പെടെ സത്യമായിട്ട് അത് ആലോചിച്ചു. അത് നല്ല ചൂട് വെള്ളച്ചോറിൻ്റെ കൂടെ അങ്ങ് പിടിക്കണം അല്ലേ? പൊളിക്കും. ഇപ്പൊ വായിൽ വെള്ളമുണ്ടോ? ഇപ്പൊ വായിൽ വെള്ളമുണ്ടോ? അല്ല ഉമിനീര് ചെറുതായിട്ടുണ്ടോ? ഞാൻ കുറേ ഉമിനീര് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഞാൻ ഓർക്കോർഫണ്ടായിട്ട് പറയട്ടെ,
ഞാൻ വായിൽ വെള്ളം വരത്തില്ലേ? അല്ല ആ, പറ. നീ കുഞ്ഞിൻ്റെയും വരും, അദ്ദേഹത്തിൻ്റെയും വരും, എൻ്റെയും വായിൽ വരുന്നത് എല്ലാവരും. ആ, വരുത്ത് നോക്കട്ടെ. ഞാൻ പറയുന്ന ഒരു രീതി കണ്ടാൽ മതി. ഈ വാളംപുളി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ, ഉവ്വ്. വാളംപുളി ആ, ഇത് നീളമായിട്ട് ആ. കുളമ്പുളിയല്ല, അതൊരെണ്ണം നമ്മുടെ കയ്യിൽ ഇത്രയും നീളം വാളംപുളി കിട്ടും. നല്ല പഴുത്ത വാളംപുളി കേട്ടോ, നല്ല പഴുത്ത വാളം. അത് തോടുണ്ട്, അത് തോട് പൊളിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല മെഴുക ഇട്ടിരിക്കും. എന്നാൽ വാളംപുളി നമ്മളത് എടുത്ത് മാറ്റി വയ്ക്കണം. വാളംപുളിയെ ഇത് ഞെടുപ്പേ പിടിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ വലിച്ചു, അങ്ങനെ അല്ല വലിച്ചിങ്ങനെ പയ്യെ എടുത്ത് മാറ്റി വയ്ക്കണം. ഇതിൻ്റെ ഞരമ്പ് ഇങ്ങനെ നടക്കും. എൻ്റെ ഇത് അയച്ചിട്ട് ഉപ്പുള്ളത് വെച്ചിട്ട് ഇടാ, ഒരു വലിയത് വലിക്കാനുള്ള അവൻ എനിക്ക് വന്നു. അവൻ 3 ഇറക്കില്ല. നമ്മളെ കാണാതിരിക്കില്ല, എടുത്തോണ്ടിരിക്കല്ലേ, നമ്മളതിന് മുമ്പ് ഇറക്കി. അപ്പോൾ അവർക്ക് അല്ല ശരിയാ. പിന്നെ ഈ ചെറുനാരങ്ങ വട്ടം കീറുക, പിന്നെ കുരു എടുത്ത് കളഞ്ഞിട്ട് ഒരു 3 വട്ടം കഴിഞ്ഞിട്ട് ഇത് ഉപ്പിൽ മുക്കിയിട്ടുണ്ട പുളി തലയിൽ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ചെറുനാരങ്ങയും ഈ പുളിയും ഒക്കെ കഴിക്കുന്ന ആസ്വാദനം നമ്മുടെ ആമോസ് അലക്സാണ്ടർ. ഓയ് ആ അല്ലേ അതിന്റെ പിടിയുമ്പോൾ എനിക്ക് ഒരു ഡൗട്ടും കൂടെ ചോദിക്കാറുണ്ട്. ഇക്ക ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് കേട്ടതാണ്, ഇക്കനെ ദിലീഷ് ഏട്ടൻ നമ്മുടെ മറ്റേ മഹേഷിന്റെ പ്രതികാരത്തില് ചാർസോബീസിന്റെ സമയത്ത് പറഞ്ഞതാണ് ആ റോളിനെ കുറിച്ചിട്ട്. ആ സമയത്ത് ചാർസോബീസിന്റെ സമയത്ത് അന്ന് പറഞ്ഞാണ് ഇക്ക ഈ സിനിമയിൽ ഒരു റോൾ ഉണ്ട് കിട്ടുന്നു. പക്ഷെ അന്ന് അവരവിടെ വരുന്നത് മണിച്ചേട്ടനെ കാണാനാണ്, കലാപം പോത്തൻ സാറും ശ്യാം പുഷ്കറും കൂടി വന്നിട്ട് നമ്മുടെ ഈ വാഴക്കാലല്ലേ ഇവിടെ ഒഴിഞ്ഞു കിടക്കണ ഒരു ഫ്ലാറ്റിന്റെ ഏറ്റവും ടോപ്പില് എംബ്രാതിരി സാറാ, എംബ്രാതിരി മാറിയ താഴത്തേക്ക് ഇടും. അതാ ഫ്ലാറ്റ് പണി തീരാതെ കിടക്കണ ആരോ ഒക്കെ ആത്മഹത്യ ചെയ്തു, ഓണേഴ്സൊക്കെ മാറി ഇങ്ങനെ 5-6 പേര് മരിച്ചതൊക്കെ ആരോ പറഞ്ഞുണ്ടാക്കി. എനിക്കറിയില്ല, അത് പണി തീരാടും അതിൻ്റെ ടോപ്പിലാട്ടോ. ഞാൻ ഇപ്പം മണീനെ കാണാനായിട്ട് ഇപ്പം ദിലീഷ് സാറ് ശ്യാം പുഷ്കറൊക്കെ ഇത് കേൾക്കുമല്ലോ. ഇവർ വന്നു കഴിഞ്ഞിട്ട് എന്നെ കണ്ടുകൂടി. അപ്പം മണിയുടെ എർത്തായിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുമല്ലേ. ഞാനിങ്ങനെ വേറെ ബ്ലോക്കിൽ നിന്നവിടെ വെയിൽ കൊണ്ടിട്ട് സ്റ്റണ്ടാ ടോപ്പിൽ അടിയല്ലേ നടക്കണേ. ചാർസ് ഓഫീസിൽ നമ്മുടെ ഗോവിന്ദൻകുട്ടി അദ്ദേഹം ഡയറക്ടർ. എത്ര കൊല്ലമായി ഇത് മോളോർത്തിരുന്നത്. അവിടെ ഞാനിങ്ങനെ ഈ പണി തീരാത്ത പ്ലാനിൽ ഒന്നും പിടിപ്പിക്കാത്ത സ്റ്റെയറില്ലേ, അവിടെ ഇവിടെ പിടിപ്പിക്കാത്ത പണി തീർന്നിട്ടില്ലല്ലോ. നടന്നിറങ്ങി വരുന്ന സമയത്ത് മണി ഇടയ്ക്ക് വന്നിട്ട് വേറൊരു സ്ഥലത്തൂടെ അങ്ങനെ വേറെ വണ്ടിയെ കയറി പോയി. നമുക്ക് ഇവർ 2 പേരും മണിച്ചേട്ടന് മണി പോകല്ലോ മണിച്ചേട്ടനെ കാണാൻ മണിച്ചേട്ടാ ഞാൻ കൊടുക്കുക, ഞങ്ങളൊരു സിനിമയുടെ സംഭവമുണ്ട്, ഞങ്ങളൊരു സിനിമ കളിക്കുന്നുണ്ടോ, അതിനകത്ത് അഭിനയിക്കുന്നങ്ങോട്ടൊന്ന് സത്യമായിട്ട് പറഞ്ഞു. പക്ഷെ എത്ര വർഷം കഴിഞ്ഞിട്ടാ, ചിലപ്പോൾ അവർ അന്ന് പ്ലാൻ ചെയ്ത പടം അല്ലായിരിക്കും അത്. എന്നാലും പടത്തിൽ എന്നെ വിളിച്ചില്ലേ, അതുകൊണ്ട് എനിക്ക് രക്ഷയാക്കി തന്നില്ലേ. പിന്നെ എന്നെ കര കയറ്റി തന്ന ആ പടമല്ലേ. പക്ഷെ ഒന്ന് ബ്രേക്കായി പിന്നെ കയറി. അല്ല, അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് എന്താന്നറിയോ, അന്ന് അവര് മണിച്ചേട്ടനെ കാണാനാണല്ലോ വന്നത്. അപ്പൊ ആക്ച്വലി മഹേഷിന്റെ പ്രതികാരത്തിൽ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നോ? മഹേഷിന്റെ പ്രതികാരത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞ. ഈ പെണ്ണെന്നാ പറയണ? അല്ലല്ല, അന്ന് കൊച്ചെന്നാ സോറി കേട്ടോ, പെണ്ണെന്ന് വിളിച്ചേ. കുഴപ്പമില്ല, പെണ്ണാണല്ലോ മോളെ. അത് ചാർസോബീസിന്റെ സെറ്റിൽ വന്നിട്ട് മണിയെ അത് അവരന്നൊരു കാര്യം പറഞ്ഞിക്ക എന്നോട് അവരോട് ഇഷ്ടം മണി പോയി, മണീനെ ഒരു കാര്യം വേറൊരു ദിവസം നമുക്ക് കാണാനൊക്കെ പറഞ്ഞ് അവരോട് സഹകരിച്ചതിന് അവര് ഞങ്ങളൊരു പടം പിടിക്കുമ്പം ഇക്ക വിളിച്ചാൽ വല്ലം കേട്ടോ ഇക്കാന്ന് അന്ന് പറഞ്ഞേച്ച് പോയെന്ന്. പക്ഷെ അവര് പിടിച്ചപ്പോ എന്നെ വിളിച്ചെന്നാ പറഞ്ഞേ. മനസ്സിലായി മനസ്സിലായി. അല്ല, ഞാൻ മഹേഷിന്റെ പ്രതികാരത്തിനെ കുറിച്ച് സംസാരിക്കാൻ വന്നതായിരിക്കും. അങ്ങനെയാ. എന്നിട്ട് മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞു. ഞാനാകെ ഈ പെണ്ണെന്ന് എന്താ പറഞ്ഞത്, മോളെന്നൊക്കെ വിളിച്ചോണ്ട് ഈ പെണ്ണെന്ന് എന്താ പറഞ്ഞു. അല്ല, നമ്മളെ സംസാരത്തില്ല പറഞ്ഞു. എന്റെ മോളിലെ പ്രായമുള്ള കൊച്ചിന്. അപ്പൊ അങ്ങനെ ഈ പെണ്ണെല്ലാം പറഞ്ഞെന്ന് ചോദിച്ചാ ഇപ്പൊ നിങ്ങൾ വൈറലാക്കും. ഇനി നാളെ അതായിരിക്കും നാളെ ഇനി ചാനലില് ഈ പെണ്ണെന്നെ ഇപ്പൊ എന്റെ അടുത്തിടും കൊച്ചിന്റെ ഒരു ആമോസ് അലക്സാണ്ടറിനെ കുറിച്ച് പറയുമ്പോൾ ഇനി പറഞ്ഞതല്ലാണ്ട് ആളുകളോട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാനുണ്ടോ? ആഡ് ചെയ്യാനുള്ള ഇത്തിരി ഉള്ളന്നേ എനിക്കില്ല.
നമുക്ക് ഇവരൊക്കെ 14-ാം തീയതി തിയേറ്ററിൽ വന്ന് പടം കാണുന്നത് മാത്രമാണ്. അതവിടെ ഞാൻ പറയുന്നത് പറഞ്ഞാൽ നമ്മളൊക്കെ ഞാനും അദ്ദേഹവും ഒക്കെ സിനിമ ഒത്തിരി ചെയ്ത കുറേ സിനിമ ചെയ്തില്ലേ. ഈ കൊച്ച ഫസ്റ്റും പിന്നെ 2-3 ചെറിയ സിനിമയും മോഡലും ഒക്കെ ആയിട്ടാണ് 21-ാം നൂറ്റാണ്ടിലൊക്കെ ഇല്ലായിരുന്നില്ലേ? ഇവരാദ്യമായിട്ട് ചെയ്യുന്ന. അപ്പം ഞങ്ങൾക്കല്ല അതിനകത്തെ വിഷയം. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അതിലൂടെയൊക്കെ പോലെ ആരെങ്കിലും വിളിക്കും ചെയ്യും. ഇതുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സ്വപ്നമോ. അതുകൂടാതെ നമ്മൾ ചെയ്തതിന് ഒരു നല്ലത് തന്നെ തമ്പുരാനോട് നമ്മൾ തേടുന്നു. പിന്നെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ നല്ലത് പറഞ്ഞ് ഈ സിനിമേനെ വിജയിപ്പിക്കണം. കണ്ടെടുത്തോളം ഞങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കിട്ടിയെടുത്തോളം നൈസാണ്. പാട്ടാണെങ്കിലും അതിന്റെ ടീച്ചർ ആണെങ്കിലും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ ബാക്കി ഇനി തിയേറ്റർ കണ്ടിട്ട് പറയാം. അല്ല, കണ്ടിട്ട് ആവറേജ് ആണെങ്കിൽ നിങ്ങൾ ഓരോ നല്ലത് പറയണം. അല്ലാതെ ചുമ്മാ നമ്മൾ ഒരു പടം കണ്ടിട്ട് ഒരു പൈസ ഒക്കെ മുടക്കി ചെയ്യുന്നതെന്നറിയത്. നമുക്ക് ഈ ഇരുന്നിട്ട് ഈ ഫോണെടുത്ത് വെച്ചിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് ഗോഷ്ഠി കാണിച്ചിട്ടൊക്കെ ആൾക്കാരെ കളിയാക്കിയുള്ള ചാനലൊക്കെ വലുതല്ലേ. അതൊന്നും അല്ലെന്നേ, കൊള്ളിയല്ലാത്ത സംഭവം. അത് തമ്പുരാൻ ഒത്തിരി ആയസ് കൊടുക്കില്ലായിരുന്നു. നല്ലത് ചെയ്യുക, നല്ലത് ചിന്തിക്കുക. നല്ലത് ചിന്തിച്ചിട്ട് നല്ല ചെയ്താൽ നന്മയെ വരുള്ളൂ. അത് കയ്യൊപ്പിൽ മമ്മൂക്ക എന്നോട് പറയുന്നുണ്ട്. കയ്യൊപ്പം എന്ന് പറയുന്ന സിനിമ ഉണ്ട് നോക്കുക. അതിനകത്ത് മമ്മൂക്ക പറയുന്നത് അത് ആപ്തവാക്യമായിട്ട് എടുത്തിട്ടുള്ള ആളാണ് ജാഫ്രിഡിക്ക്. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, അപ്പം നല്ലതേ വരുള്ളൂ. ആമോസ് അലക്സാണ്ടർ കളിയാക്കാനൊക്കെ എല്ലാവർക്കും പറ്റും. ആമോസ് അലക്സാണ്ടറിന് നല്ലത് തന്നെ വരട്ടെ. നല്ലത് വരട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബാക്കി തിയേറ്ററിൽ കണ്ടിട്ട് പറയുന്നതായിരിക്കും. പൊളിക്കും. ഓക്കെ വിജയിപ്പിച്ചാൽ താങ്ക് യു.